നമസ്കാരം. റെസിപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും കുടുംബത്തോടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ പലരും നമ്മൾ വീടുകളിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ക്രിസ്മസ് അവധിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ നമുക്കൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കാം. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എൻ്റെ മോള് ഡെൻമാർക്കിൽ നിന്ന് ഒരു ക്രിസ്മസ് കലണ്ടർ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണിത്. നല്ല രസമാണിത്. കുട്ടികൾക്കൊക്കെ കൂടുതൽ സന്തോഷം ഉണ്ടാവുക. കാരണം ഡിസംബറിൽ വരുമ്പോൾ എല്ലാവർക്കും ഓരോ ദിവസം നമ്മൾ വേഗം കടന്നു പോകാനായിട്ട് ഓരോ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് നോക്കിയിട്ട് ഇത് ഡേറ്റ് എഴുതിയിട്ടുണ്ട്. 25 വരെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഇത് ചിലതൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിലൊരു ചോക്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ 25ാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി നല്ല ചോക്ലേറ്റ് ആവും അവർ വെച്ചിട്ടുണ്ടാവുക. ഞാൻ 25ാമത്തെ ചോക്ലേറ്റ് ഇത് അവിടെ തുറക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിൽ കിൻഡർ ജോയിയുടെ ഒരു ചോക്ലേറ്റാണുള്ളത്. നല്ല രസമാണ്. ഇതിൽ എല്ലാം നല്ല ടേസ്റ്റുള്ള ഇവരുടെ കണ്ടോ കിൻഡർ ജോയിയുടെ ബോക്സാണിത്. എല്ലാതും ഈ ചോക്ലേറ്റൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഞങ്ങൾക്കും കൂടി കാണാനായിട്ടാണ് ഇത് മോള് അയച്ചു തന്നത്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനെയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ അത് കാണാൻ. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതൽ സന്തോഷമാവത് കിട്ടുമ്പോൾ. അതുപോലെ തന്നെ വേറൊരു ചോക്ലേറ്റ് കൂടെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇത് പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഫെറാറോ റോഷറിൻ്റെ നല്ല ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊരു അതേപോലത്തെ ഒരു ബോക്സാണെന്ന് പറഞ്ഞിരുന്നു മോള്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഇത് പൊട്ടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇതും പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്കിനി വെൽക്കം ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് വെൽക്കം ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ വെൽക്കം ഡ്രിങ്കിനൊരു പേരുണ്ടല്ലോ, പേരാണ് മിൻറ്റ് ഓറഞ്ച് കൂളർ. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. മൂസമ്പി ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസാണ് വേണ്ടത്. പിന്നെ ഒരു സോഡ വേണം, തണുത്ത സോഡ വേണം. ഞാനിവിടെ ഒരെണ്ണേ കാണിക്കാൻ എടുത്തിട്ടുള്ളൂ. ഇതൊരു 3 എണ്ണെങ്കിലും വേണം ശരിക്കും. ഞാൻ 1 ലിറ്റർ കണക്കാക്കിയിട്ടാണ്, 1 ലിറ്റർ വേണം നമുക്കിത് ശരിക്കും. അപ്പോൾ 3 സോഡയാണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ 5 ഗ്ലാസ്. ഇപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണെങ്കിൽ 5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 സോഡയെങ്കിലും വേണം. എന്നാലേ നമുക്ക് ഒരു 5 ഗ്ലാസ്സിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഒരു ആപ്പിൾ വേണം, അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് കണ്ടൻസഡ് മിൽക്ക് വേണം, അതൊരു 3 ടേബിൾ സ്പൂണേ വേണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇത് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ പഞ്ചസാര വേണം. പിന്നെ പുതിനയിലയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അത് നമുക്ക് ഇതളുകളായിട്ട് ഇടാനുള്ളതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. ഓറഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് വരാം. ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തിടണം. ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട കാര്യമില്ല. അതുപോലെ ഇട്ടിട്ട് ഇതേപോലെ കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്ന ആ സമയത്തിന് തൊട്ട് മുന്നേ തിരിഞ്ഞു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ഒരു കളറ്, ഇതിൻ്റെ ഈ വെള്ള കളറൊക്കെ പോയിട്ട് ചുമന്ന കളർ പോലെയാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് ഞാൻ ഒരു 3 ഓറഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ മൂസമ്പിക്കാണെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം മതിയാവും. അപ്പോൾ നല്ല ജ്യൂസ് ഉള്ളതാണെങ്കിൽ. ഇവിടെ ഞാൻ 3 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതൊരു വലിയ കപ്പുണ്ട്. ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല. ഒരു കപ്പിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ ബൗൾ എടുത്തിട്ട് നല്ല സ്പൂൺ വെച്ച് അടിച്ചെടുത്താലും മതി. നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കണം. മുഴുവൻ ഒഴിച്ചിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായുള്ള പഞ്ചസാര ചേർക്കണം. അത് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. എത്രയാണ് നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ളതെങ്കിൽ അത് ചേർക്കാം. പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം മധുരം പോരാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ നമുക്ക് കണ്ടൻസഡ് മിൽക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വലുത് പൊട്ടിച്ച് കഴിഞ്ഞാൽ മുഴുവൻ വേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ ചെറുതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇത് വളരെ 90 ഗ്രാമാണ് തോന്നുന്നത്.
90 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഇത് ഒരു 3 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം. അത് മുഴുവൻ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇത് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു വേറൊരു ടേസ്റ്റാണിത്. പിന്നെ നമുക്ക് ഐസ് ക്യൂബ് ക്രഷ് ചെയ്ത് വേണം. അതിന് മുന്നേ കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പുറത്ത് വെച്ചാൽ മെൽറ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ഇത് കുറച്ച് സ്പൂണിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ കാണുള്ളൂ. ഇത് പകുതി ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണമാണ് നമുക്കത് മുഴുവൻ ഒഴിക്കാതെ പറ്റുന്നത്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ വലിയൊരു ബൗളെടുത്തിട്ട് ഇതേപോലെ നമ്മളിത് അടിച്ചായാലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും മിക്സിയിൽ അടിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു നന്നായി ഇത് മിക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മിക്സിയിൽ അടിച്ച ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ജ്യൂസ് ഞാൻ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് 2 ഗ്ലാസ് എടുക്കുക ആദ്യം. അതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പുതിനയിലയുടെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. അതല്ലാന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ വരാനായിട്ട് പ്രയാസപ്പെടും. തിരുമ്മിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടണം. അതാണ് ഇതിൻ്റെ ആവശ്യം. അതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത ഈ ഓറഞ്ച് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഇത് ചേർത്ത കാരണം. ഇനി നമുക്ക് ഇതിലോട്ട് തണുത്ത സോഡ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൻറ്റ് ഓറഞ്ച് കളർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കൊടുത്താൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നവരെ താങ്ക് യു. ഞാനിതിലൊരു കാര്യം വിട്ടുപോയി ഇടാനായിട്ട്. നമുക്കിതിലേക്ക് പൊടിച്ച ഐസ് നമുക്ക് ചേർക്കേണ്ടിയിരുന്നു. ഈ സമയത്ത് നിങ്ങൾ മധുരമൊക്കെ നോക്കണം കേട്ടോ. എത്ര നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ ആ മധുരം ചേർക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള സോഡ കുറച്ചും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കാൻ മറക്കരുത്. പാകത്തിന് ഐസ് ഇട്ടിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ.